എക്സ്പെക്ട് ചെയ്യുന്നു ഇനി എപ്പോൾ വേണമെങ്കിലും ഇൻഡോ US ട്രേഡ് ഡീലിൻ്റെ ഒരു ന്യൂസ് നമുക്ക് വന്നേക്കാം. അതിന് കാരണം 2 റീസൺസ് ആണ്. ഒന്നാമത്തെ റീസൺ എന്ന് വെച്ചാൽ ഇതിനു മുമ്പ്, അതായത് ഇപ്പോൾ ചൈനയായിട്ട് US-ന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അതിന് അടിസ്ഥാനപരമായിട്ടുള്ളൊരു പ്രോബ്ലം ഉണ്ട്. ചൈന കാരണമാണ് ഈ പറയുന്ന പോലെ ഈ ടാരിഫിൻ്റെ ഇഷ്യൂസൊക്കെ ലോകത്ത് തന്നെ അമേരിക്ക ഇംപ്ലിമെൻ്റ് ചെയ്യാനായിട്ടുള്ള കാരണം. പിന്നെ രണ്ടാമത് റഷ്യയും US-ഉം തമ്മിൽ കൊല്ലങ്ങളായിട്ട്, ഡെക്കേഡ്സ് ആയിട്ട് അവർ തമ്മിൽ നല്ലൊരു സുഖത്തിലല്ല എന്നുള്ളത്. മറ്റുള്ള രാജ്യങ്ങളൊക്കെ ഈ 2 രാജ്യങ്ങൾ കാരണം അമേരിക്ക ഇംപ്ലിമെന്റ് ചെയ്ത ടാരിഫിന്റെ വിക്ടിംസ് ആണ് മറ്റുള്ള രാജ്യങ്ങൾ. അതിൽ പുറത്തു നിന്നത്, അതായത് ഡീല് നടക്കാതിരുന്ന 2 രാഷ്ട്രം എന്ന് പറയുന്നത് ബ്രിക് എന്ന് പറയുന്ന ആ ഒരു ഓർഗനൈസേഷനിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കൺട്രിയായ ഇന്ത്യയും ബ്രസീലും ആയിരുന്നു എന്നുള്ള. എന്നാൽ അടുത്ത കാലത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അതായത് ഇന്ത്യയുടെ ട്രേഡ് ഡീൽ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ നോക്കേണ്ടത് ബ്രസീലിൻ്റെ കാര്യമാണ്. ബ്രസീലിനെ സംബന്ധിച്ച് നമുക്കറിയാലോ, ബ്രസീലിന് മേൽ ഏതാണ്ട് 40% ടാരിഫാണ് എനിക്ക് തോന്നുന്നു ജൂലൈയിൽ ട്രംപ് വെച്ചത്. ആ 40% ടാരിഫിന് പറഞ്ഞ കാര്യം പൊളിറ്റിക്കൽ റീസൺ ആണെന്നുള്ളതാണ് അതിനകത്തുള്ള രസകരമായിട്ടുള്ള കാര്യം. അതായത് പ്രോസിക്യൂഷൻ ആൻഡ് കൺവിക്ഷൻ ഓഫ് ഫോർമർ ബ്രസീലിയൻ പ്രസിഡന്റ് ജയർ ബൊൾസനാരോയ്ക്ക് എതിരെ എടുത്ത ആ ഒരു ആക്ഷൻസ് ആണ് ട്രംപിനെ ചൊടിപ്പിച്ചത്. ആ 40% ഈ ബൊൾസനാരോൻ്റെ കാരണത്താലാണ് അത് ഇംപ്ലിമെൻ്റ് ചെയ്തത്. പിന്നെ ഓവർ എ പീരീഡ് ഓഫ് ടൈം, ജൂലൈ കഴിഞ്ഞതിന് ശേഷം ഈ 40-ന് മുകളിൽ പല കാസ്കേഡിങ് ടാരിഫും കൂടെ വന്ന് ഏതാണ്ട് ബ്രസീലിന് എഗെയിൻസ്റ്റ് US-ൻ്റെ നെറ്റ് ടാരിഫ് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 50% എന്നുള്ളൊരു കണക്കിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ അടുത്ത കാലത്ത് എന്താ സംഭവിച്ചത്? ബ്രസീലിന് മേൽ ഇത്രയും 50% ടാരിഫ് വെച്ചത് കാരണം അമേരിക്കയിൽ ഒരു പ്രോബ്ലം ഉണ്ടായി. ആ പ്രോബ്ലം എന്ന് വെച്ചാൽ ഈ ബ്രസീലിൻ്റെ ആഗ്രി പ്രോഡക്ട്സ് ഉണ്ടല്ലോ, ഫാം ആഗ്രി പ്രോഡക്ട്സിൻ്റെ ഏറ്റവും വലിയ മാർക്കറ്റാണ് അമേരിക്ക. അപ്പോൾ അമേരിക്കയിൽ എന്ത് പറ്റി? ബ്രസീൽ എന്തൊക്കെ ആഗ്രി പ്രോഡക്ട്സ് ആണ് അമേരിക്കയിലേക്ക് എക്സ്പോർട്ട് ചെയ്യണം? ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ കോഫി, കൊക്കോവ, ബീഫ്, ഫ്രൂട്ട്സ്, ടൊമാറ്റോസ്, ഈ വക സാധനങ്ങളൊക്കെ ബ്രസീലാണ് ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിൽ അമേരിക്കയിലേക്ക് സപ്ലൈ ചെയ്യണം. അപ്പോൾ ഇപ്പോൾ 50% ടാരിഫ് ബ്രസീൽക്ക് മേൽ US വച്ചപ്പോൾ ഈ പ്രോഡക്ട്സ് അമേരിക്കയിൽ വളരെ കോസ്റ്റ്ലി ആയി എന്നുള്ള. ഇപ്പോൾ നമ്മൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ, ഞാൻ നോക്കുമ്പോൾ ഏതാണ്ട് റീറ്റെയിൽ കോഫി പ്രൈസസ് in US rose by 40%.